ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജെ ആൻഡ് ഇ കിവി ഡയറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂസിലൻഡിൽ നമുക്ക് ടീച്ചർ ആവാനായിട്ട് പറ്റുന്ന രണ്ട് പാത്വേസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കോഴ്സ് എടുക്കലാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഈ രണ്ട് കോഴ്സുകൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടും. രണ്ടാമത്തെ ഒരു പാത്വേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ BEd വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ഇത്രയും നാൾ അത് പോസിബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 2020-21 വരെ നമ്മുടെ നാട്ടിലെ BEd ഇവിടെ ആക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല. നമ്മുടെ നാട്ടിലെ BEd ഇവിടെ നമ്മൾ വെരിഫിക്കേഷന് കൊടുത്തു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ BEd ഇവിടുത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ BEd ഇവിടെ ആക്സെപ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. നമ്മുടെ നാട്ടിൽ പല ഏജൻസികളും പല ഓഫേഴ്സും തരുന്നുണ്ട്. നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലെ ടീച്ചർ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം, നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ജോബ് കണ്ടുപിടിക്കാം. അങ്ങനെ പല ഓഫേഴ്സും നാട്ടിലെ ഏജൻസികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഫേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ ന്യൂസിലൻഡിൽ മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ഐഡിയ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലും നമുക്ക് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ BEd ഇവിടെ ആക്സെപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് വേറെ ചെയ്യാവുന്നൊരു വഴി എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി പാത്വേ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നാളത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്തൊക്കെയോ കുറേ എവിഡൻസുകളും ഒക്കെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്ക്രിഷണറി പാത്വേ കൂടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരു 3 to 4 months ഒക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് എവിഡൻസുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അതൊക്കെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ ജോബ് അപ്ലൈ ചെയ്താലും ഇവിടുത്തെ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഇപ്പം ഓവർസീസ് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് കുറച്ചു. അപ്പം ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 സ്കൂളുകളിൽ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടുതലും പ്രിൻസിപ്പൽമാർ ഓൺഷോറിലുള്ള അപ്ലിക്കേഷൻസാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓവർസീസ് ടീച്ചേഴ്സിനെ അവരെ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒന്നാമത് അവർക്ക് വിസ സ്പോൺസർ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി വിസ സ്പോൺസർ ചെയ്താൽ എന്നാണ് ഇമിഗ്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിസ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽമാർ വിചാരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കാരണം ഓവർസീസ് ടീച്ചേഴ്സിന് അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓവർസീസ് അപ്ലിക്കേഷൻസ് ഒക്കെ സ്കൂളുകളിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് പറയണം. ഓൺഷോർ അപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ഏജൻസികൾ തരുന്ന മോഹന വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ പെടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യൽ, നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജോബിന് അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയുന്ന ഓഫേഴ്സ് എല്ലാം ഫേക്കാണ്. അതിലൊന്നും നിങ്ങൾ വീഴരുത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ടീച്ചർ ആവാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എടുത്ത് വരിക, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് കോഴ്സ് എടുത്ത് വരിക. ഈ 2 കോഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. സേഫ് ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.